നമസ്കാരം. മാരുതി സുസുക്കിയുടെ ഹിറ്റ് മോഡലുകളിലൊന്നാണ് ഫ്രോൺസ്. കൂപ്പെ SUV സ്റ്റൈലിംഗുമായി എത്തിയ വാഹനത്തെ ഇരു കൈയും നീട്ടിയാണ് ഇന്ത്യക്കാർ സ്വീകരിച്ചത്. താങ്ങാനാവുന്ന വിലയും ഒന്നാന്തരം പെർഫോമൻസും മൈലേജും ഒന്നുമല്ല ഫ്രോൺസിന്റെ വിജയരഹസ്യം. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഫ്രീക്ക് ലുക്കാണെന്ന് നിസ്സംശയം പറയാം. രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബലേനോ പ്രീമിയം ഹാച്ച്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഡിസൈനിൽ അതിന്റെ യാതൊരു സാമ്യതയും കാണാനില്ല. മുൻവശത്തു നിന്ന് നോക്കിയാൽ ഗ്രാൻഡ് വിറ്റാരയെ ഓർമ്മിപ്പിച്ചേക്കാം. വശക്കാഴ്ചയിലും പിന്നിലെ ഡിസൈനിലും തനതായ ശൈലി പിന്തുടരാനായത് ഫ്രോൺസിന്റെ വിജയത്തിന് പൊലിമയേകിയിരുന്നു. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, സുസുക്കിയുടെ ജന്മനാടായ ജപ്പാനിലും ഫ്രോൺസ് വമ്പൻ ഹിറ്റാണ്. 2024 ഒക്ടോബറിലാണ് മാരുതി ഫ്രോൺസ് ജാപ്പനീസ് വിപണിയിൽ കാലുകുത്തുന്നത്. ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ മാരുതി സുസുക്കി SUV എന്ന പ്രത്യേകതയും ഫ്രോൺസിനുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ചതിലും 9 മടങ്ങ് വിൽപ്പന നേടാനും കക്ഷിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ ചില നിർമ്മാണ തകരാറുകൾ ഫ്രോൺസിന് സംഭവിച്ചിരിക്കുകയാണ്. ബ്രേക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് ജപ്പാനിൽ സുസുക്കി ഫ്രോൺസ് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ലാൻഡ്, ഇൻഫ്രാസ്ട്രക്ചർ, ഗതാഗതം, ടൂറിസം മന്ത്രാലയത്തിന് ഇതിനെ സംബന്ധിച്ച് ഫയലിംഗും സുസുക്കി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. വാഹനത്തിന്റെ റിയർ ബ്രേക്ക് കാലിപ്പറിലെ മൗണ്ടിംഗ് ബോൾട്ടുകൾ ശരിയായി മുറുക്കാത്ത പ്രശ്നമാണ് തിരിച്ചു വിളിക്കാൻ കാരണമായിരിക്കുന്നത്. 2024 സെപ്റ്റംബർ 13-നും നവംബർ 8-നും ഇടയിൽ നിർമ്മിച്ച ഫ്രോൺസിന്റെ മൊത്തം 1911 യൂണിറ്റുകൾ തിരിച്ചു വിളിക്കുകയാണ്. ബോൾട്ട് അതിന്റെ നിലവിലെ അവസ്ഥയിൽ വെച്ചാൽ അത് കാലക്രമേണ അയവുള്ളതാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായി ബ്രേക്കിംഗ് സമയത്തോ അല്ലെങ്കിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോഴോ അസാധാരണമായ ശബ്ദങ്ങൾ ഉണ്ടാകാം. ചില കേസുകളിൽ ബോൾട്ട് ഊരിപ്പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ബ്രേക്കിങ്ങിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യുമെന്നാണ് വിവരം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാ വാഹനങ്ങളിലെയും ബോൾട്ടുകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും ബോൾട്ടുകൾക്ക് തകരാറ് കണ്ടെത്തിയാൽ അവ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. തിരിച്ചുവിളിക്കലിന്റെ ഭാഗമായതിനാൽ സർവീസ് ഫ്രീ ആയിരിക്കുമെന്നാണ് സുസുക്കി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ വിപണനം ചെയ്തിരിക്കുന്ന ഫ്രോൺസിന് ഈ ഒരു തകരാറ് കണ്ടെത്തിയിട്ടില്ല. ആയതിനാൽ ഇവിടെ വാങ്ങിയവർ ആശങ്കപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല. 2023 ഏപ്രിലിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിയ മോഡൽ ഇതുവരെ 2 ലക്ഷത്തിലധികം വീടുകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഈ ഒരു നേട്ടം വേഗത്തിൽ കൊയ്യുന്ന മോഡലാണ് ഫ്രോൺസ്. NCR, ഡൽഹി, മുംബൈ, കൊച്ചി, ബംഗളൂരു എന്നീ നഗരങ്ങളാണ് ഫ്രോൺസിന് ഏറ്റവും കച്ചവടമുള്ള നഗരങ്ങൾ. 7.52 ലക്ഷം രൂപയിൽ തുടങ്ങി 13.04 ലക്ഷം രൂപ വരെയാണ് ഫ്രോൺസിന്റെ എക്സ്-ഷോറൂം വില വരുന്നത്. സിഗ്മ, ഡെൽറ്റ, ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ, സീറ്റ, ആൽഫ എന്നിങ്ങനെ 6 വേരിയന്റുകളിലാണ് കൂപ്പെ സ്റ്റൈൽ SUV വാഗ്ദാനം ചെയ്യുന്നത്. സിഗ്മ, ഡെൽറ്റ വകഭേദങ്ങളിൽ CNG പവർ ട്രെയിനുമുണ്ട്. ഇന്ത്യൻ വിപണിയിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഫ്രോൺസ് വിപണനത്തിന് എത്തിയിട്ടുള്ളത്. മാരുതിയുടെ നിരയിൽ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ ലഭിക്കുന്ന ഏക വാഹനമാണിതെന്നും ശ്രദ്ധേയമാണ്. 1.0 ലിറ്റർ ടർബോ ചാർജ്ഡ് എഞ്ചിൻ 5500 RPM-ൽ 99 bhp പവറും 4500 RPM-ൽ 147 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. അതേസമയം ഗിയർ ബോക്സിന്റെ മാനുവൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് പാഡൽ ഷിഫ്റ്റുകളുള്ള 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്നിവയാണ് ഇതിലെ ട്രാൻസ്മിഷൻ കോമ്പിനേഷനുകൾ. മാരുതി സുസുക്കി ഫ്രോൺസിലെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 6000 RPM-ൽ 89 bhp പരമാവധി കരുത്തും 4400 RPM-ൽ 113 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. ഇത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ 5 സ്പീഡ് AMT എന്നിവയ്ക്കൊപ്പമാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്തായാലും ഫ്രോൺസ് സർപ്രൈസ് ഹിറ്റായതിൽ കമ്പനിക്ക് മതിയായ സന്തോഷമുണ്ട്.